ആവശ്യം യാദൃച്ഛികമായി നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിപ്പാനും ലഭിച്ചതായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും യാദൃച്ഛികമെന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിലും ദൈവത്തിനൊരു പരിപാടിയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതിന്, നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നതിന് ദൈവത്തിനൊരു പരിപാടിയുണ്ട്, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവത്തിനതറിയാം. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ഇടപെടുവാൻ പോകുകയാണ്, നമ്മോടവൻ സംസാരിക്കുവാൻ പോകുകയാണ്. അവൻ്റെ ശക്തിയുടെ വ്യാപാരം നാം അനുഭവിക്കത്തക്കവണ്ണം അവൻ്റെ കരവിടേക്ക് നീട്ടുവാൻ പോകുകയാണ്. നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തലകളെ വണക്കാം. രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്പർശിക്കേണ്ടതിന്, അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായി തീരേണ്ടതിന്, നമുക്ക് രൂപാന്തരപ്പെടുവാൻ ഇടയാകേണ്ടതിന്, ഇന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനിടയായി തീരേണ്ടതിന്, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന രംഗത്ത് നാം കടന്നു വരുവാനിടയാകേണ്ടത്, നമുക്ക് നമ്മെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ യോഗത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താണ് രാത്രി ആവശ്യമുള്ളത്? എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ എങ്കിൽ അത് ധൈര്യത്തോടുകൂടി അവനോട് പറയുക. അവനത് കേൾക്കും, അവനതിന് മറുപടി നൽകും. നിങ്ങൾ പോകുന്നതിന് മുൻപേ അവന് സ്പർശനം അനുഭവിപ്പാൻ നിങ്ങൾക്കിടയാകും. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. നീ ഞങ്ങളുടെ മധ്യയെ കടന്നു വന്നിട്ടുള്ളതിനായി സ്തോത്രം. കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നിനക്കൊരു ഉദ്ദേശമുണ്ട്, നീ ഞങ്ങളോട് ഇടപെടണമേ. പ്രിയപ്പെട്ടവരുടെ ആവശ്യം നീ അറിയുന്നുണ്ട്, അവരുടെ ഹൃദയത്തിന്റെ നില നീ അറിയുന്നുണ്ട്. അവിടുത്തെ കരം നീട്ടി ഓരോരുത്തരെ തൊടുമാറാകണമേ. എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം ഏതെന്ന് നീ അറിയുന്നു. ആ വചനം ഞങ്ങൾക്ക് അതിൻ്റെതായ നിലയിൽ നൽകുമാറാകണമേ. അത് നീ ഉദ്ദേശിക്കും വിധം സംസാരിപ്പാൻ അടിയനെ സഹായിക്കണം. അത് ഗ്രഹിപ്പാനും വിശ്വസിപ്പാനും അനുഭവമാക്കുവാനും നിന്റെ ജനത്തെ സഹായിക്കണം. നീ ഞങ്ങൾക്ക് വിജയം നൽകണം. പാപികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. നിന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇന്ന് മടക്കി വരുത്തണം. ദൈവജനത്തെ നീ ഉണർത്തണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് അവകാശപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ യോഗത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. മഹത്വം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം, സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ചില പ്രത്യേക പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ശ്രദ്ധിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവർ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും
എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. അവസാന 2 വാക്യം ഞാൻ വീണ്ടും വായിക്കട്ടെ. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. ദൈവം കാലാകാലങ്ങളിലായി മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ട്, ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത് നമ്മോട് ഇടപെടുവാനാണ്. ദൈവം ഇടപെടുന്നതായ വിധം ഒന്നിലധികം തരത്തിലാണ്. ഇവിടെ ഈ വേദഭാഗത്തോടുള്ളതായ ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം ആലോചന പറയുകയും ശാസിക്കുകയും ചെയ്യുന്നതായ 2 വിധങ്ങളെ കാണുവാനായി സാധിക്കും. ആലോചന പറയുക, ശാസിക്കുക. ആലോചന പറയുമ്പോൾ അതിനെ സ്വീകരിക്കുക, ശാസിക്കുമ്പോൾ അതിനെ അനുസരിക്കുക. ദൈവത്തിന്റെ ഇടപാട് ശ്രേഷ്ഠമേറിയ വിധത്തിലാണ്. എല്ലാ തരത്തിലുള്ള വ്യക്തികളോടും ദൈവം ഇടപെടാറുണ്ട്. ഇന്ന് രാത്രികാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ദൈവം ഒരുപോലെ ഇടപെടുന്നു, അത് ഇടപെടാൻ പോകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ദൈവികമായ ആലോചന തന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരം പറയണമെന്നുള്ളതായ ഏക ലക്ഷ്യത്തോടുകൂടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി നാം ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുകയാണ്. ചിലർ ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിക്കുവാനും അതിന് കീഴ്പ്പെടുവാനും ഇടയാകണം. ചിലരെ ദൈവം ശാസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ ശാസന തിരിച്ചറിയുവാൻ ഇടയാകണം. ഇത് രണ്ടും തിരിച്ചറിയാത്ത ആളുകളുണ്ട്. ദൈവത്തിന്റെ ആലോചനയെ തിരിച്ചറിയാത്തവരുണ്ട്, അവന്റെ ശാസനയെ തിരിച്ചറിയാത്തവരുണ്ട്. അങ്ങനെയുള്ളതായ വ്യക്തികളോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ അവസ്ഥ അവരെ നശിപ്പിക്കും, അവരെ കൊല്ലും. വളരെ കാഠിന്യമേറിയ ചില വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയെ നിരസിക്കുന്നത് നന്നല്ല, ദൈവത്തിന്റെ ശാസനയെ അവഗണിക്കുന്നത് നന്നല്ല. എന്നാൽ അതിനെ അനുസരിച്ചാൽ നിർഭയവാസമുണ്ടാകും, ദോഷഭയം കൂടാതെ വസിക്കുവാനിടയാകും. ഈ അന്ത്യകാലത്ത് ഇന്ന് എല്ലാം ഉണ്ട്, അതിനേക്കാൾ അധികം ഭയവുമുണ്ട്. ഇന്ന് മനുഷ്യൻ ഭയത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന വാർത്തകളല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ല. ഞാൻ ഇവിടുത്തെ കാര്യം പറയാൻ എനിക്ക് ഇപ്പോഴറിയാൻ പറ്റുകയില്ല. നാട്ടിലാണ് എങ്കിൽ രാവിലെ വരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് നോക്കൂ. ഒന്നാമത്തെ പേജ് മുഴുവൻ ഭീതിപ്പെടുത്തുന്നതായ വാർത്തകൾ മാത്രമാണുള്ളത്. എല്ലാ ദിവസവും ഒരൊറ്റ ദിവസമെങ്കിലും സന്തോഷത്തിന്റെയോ ആശ്വാസത്തിന്റെയോ ഒരു വാർത്ത ഒന്നാമത്തെ പേജിൽ വരാറില്ല.
ഇന്നടുത്ത് ഇത്ര പേർ കൊല്ലപ്പെട്ടു, ഇന്നടുത്ത് ഇന്ന ബസ് മറിഞ്ഞു, ഇന്നടുത്ത് ബോംബ് പൊട്ടി, വല്ലാതെ ഭീതിപ്പെടുത്തുന്നതായ വാർത്തകൾ മാത്രം. റേഡിയോ ഓൺ ചെയ്യൂ, അതേ വാർത്ത മാത്രം. TV ഓൺ ചെയ്യൂ, അവിടെ മരിച്ചു കിടക്കുന്നതും നശിച്ചു കിടക്കുന്നതുമായ കാഴ്ചകളെ കാണുവാനുള്ളൂ. ബാക്കി വല്ല നല്ല വാർത്തയും ഉണ്ടെങ്കിൽ അത് അകത്തെ പേജുകളിൽ മാത്രം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ധകാര ശക്തി ലോകത്തെ മുഴുവനിട്ട് അമ്മാനമാടുകയാണ്. അന്ധകാര ശക്തി ഗവൺമെന്റുകളെ ഇട്ട് അമ്മാനമാടുകയാണ്. ഉന്നതരെന്ന് പറയുന്നതായ വ്യക്തികളെ സാത്താനിട്ട് അമ്മാനമാടുകയാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവരും സാത്താന്റെ കയ്യിൽ കളിപ്പാട്ടം പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. ആർക്കും ആരെയും എങ്ങും ഒരിടത്തും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. അതെല്ലാം സന്ദർഭം പോലെ പിന്നീട് ഞാൻ വിവരിച്ചുകൊള്ളാം. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ത്? ഭയത്താൽ മനുഷ്യനെ നിറയ്ക്കുക എന്നുള്ളതായ ശത്രുവായ സാത്താന്റെ തന്ത്രം ഇന്ന് സാർവത്രികമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ ആവശ്യമായിരിക്കുന്നത് നിർഭയവാസമാണ്. കൂടുതൽ പണമല്ല, കൂടുതൽ വിദ്യാഭ്യാസമല്ല, കൂടുതൽ സാഹചര്യമല്ല. ഒരു കാലത്തും മനുഷ്യൻ ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ മുഴുവൻ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുതയുണ്ട് എങ്കിൽ അത് നിർഭയവാസമാണ്. ദോഷഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരാമെന്ന് ആർക്ക് പറയാൻ കഴിയും? മറ്റു സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിരുന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയാം? ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിരുന്നാൽ എങ്ങനെയാണ്? ഭയം, ഭയം, നിർഭയവാസം ആവശ്യം. നിങ്ങളുടെ അനുഭവം എന്താണ്? ഇന്ന് കർത്താവിന്റെ ദാസൻ മുൻപേ പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തകർക്കേണ്ടതിന് ഓടി നടന്ന് പ്രവർത്തിക്കുന്നതായ ശത്രുവായ സാത്താൻ ഇന്ന് വിശ്വാസികളുടെ മനസ്സിനെയും ഭയം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇടപെടുന്നതായ വിശ്വാസികളിൽ ഒരു നല്ല പങ്ക് ഭയത്താൽ നിറയപ്പെട്ടവരാണ്. അവരെന്റെ രാവിലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയുന്നത് ഇനി ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. കാരണം ആത്മീയ മണ്ഡലത്തിൽ പോലും ഭീതിപ്പെടുത്തുന്നതായ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ മാത്രമല്ല, ഗവൺമെന്റിൽ മാത്രമല്ല, സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ആത്മീയ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും സാത്താൻ ആധിപത്യം സ്ഥാപിച്ച് ഭയത്താൽ മനുഷ്യനെ അടിമകളാക്കി വല്ലാത്ത ഞെരുക്കത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായി ഉറങ്ങുന്നവർ എത്ര പേർ? ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് അധികം സ്ലീപ്പിംഗ് പിൽസ് ചിലവാകുന്ന ദിവസങ്ങളാണിത് എന്ന് നിങ്ങൾ ഓർക്കുക. വിശ്വാസികളിൽ അനേകര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെ, ഇതില്ലാതെ ജീവിക്കാൻ ഉറങ്ങാൻ കഴിയത്തില്ലെന്ന്. എന്നെ അത് വളരെ ചിന്തിപ്പിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം പ്രാപിച്ചു എന്ന് പറയുന്നതായ ദൈവത്തിന്റെ പൈതൽ ഇന്ന് സമാധാനമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിനെ അഭയം പ്രാപിക്കേണ്ടി വരുന്നുവെന്ന്. എവിടെ എവിടെ ദൈവത്തിന്റെ ജനം? എവിടേക്ക്? ഇന്ന് രാത്രി ദൈവത്തിനൊരു പരിപാടിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഇരിക്കുന്നതായ ചിലരുടെ മനസ്സിൽ തന്നെ ഭയം കുടികൊള്ളുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഇടപെടുന്നത്. നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. അവൻ നമ്മെ വിടുവിച്ചാൽ സർവ്വത്തിൽ നിന്നുമാണ് വിടുവിക്കുന്നത്. അവരെ വിടുവിച്ചിട്ട് ഭയം നമ്മുടെ മനസ്സിലിട്ടേച്ചു പോകുകയില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. എങ്കിൽ ആ ക്രിസ്തുവാകുന്ന സ്നേഹം നമ്മിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഭയപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. നിങ്ങളിൽ ഭയം വ്യാപരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ക്രിസ്തു കുറച്ചവിടെ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. ദൈവം ഇടപെടുകയാണ്. ദൈവം ആലോചന പറയുകയാണ്. ആലോചന പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അവൻ ശാസിക്കും. അവൻ ശാസിക്കും.
ഒരുപക്ഷെ നിങ്ങൾ ചില ചിന്തിച്ചേക്കാം ഇത് അവിശ്വാസികൾക്കുള്ള ഒരു ദൂതാണ്, ജാതികൾക്കുള്ള ഒരു ദൂതാണെന്ന്. ഞാൻ പറയട്ടെ, ആരോടാണ് ആലോചന പറയാറുള്ളത്? ആരെയാണ് ശാസിക്കാറുള്ളത്? ഇവിടെ മാതാപിതാക്കളുണ്ട്. നിങ്ങൾ അയൽപക്കത്തെ പിള്ളേരോടാണോ ആലോചന പറയുന്നത്? അവരെയാണോ ശാസിക്കുന്നത്? അതോ നിങ്ങളുടെ മക്കളെയാണോ ശാസിക്കുന്നത്? ദൈവത്തിന് നിങ്ങളോടാണ് പറയുവാൻ. ദൈവത്തിന് ഇന്ന് രാത്രി നിങ്ങളോടാണ് ഇടപെടുവാനുള്ളത്. അവൻ്റെ ആലോചന ശ്രവിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. അവൻ്റെ ആലോചന പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ ശാസിക്കാറുണ്ട്. എനിക്കെന്താ ഇങ്ങനെ വന്നതെന്ന് ചിലത് ചോദിക്കും, അല്ലേ? ദൈവത്തിൻ്റെ ശാസനയാണെന്ന് ഓർത്തുകൊള്ളേ. ശാസന എന്ന് പറഞ്ഞാൽ വെറും വാക്ക് മാത്രമല്ല, കൊച്ചടിയും കൂടെ കൊള്ളും. ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം, ദൈവത്തിൻ്റെ ശിക്ഷ, അവൻ്റെ ശാസനം അനുഭവിക്കുന്നതായ അവസ്ഥയുണ്ട് എന്ന് വരികിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ തകർക്കാനല്ല അവൻ നിങ്ങളെ ശാസിക്കുന്നത്, നിങ്ങളെ നന്നാക്കാനാണ്. നിങ്ങളെ ഇല്ലാതെയാക്കാനല്ല, നിങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനാണ്. നിങ്ങളെ അങ്ങ് പുറന്തള്ളിക്കളയുവാനല്ല, അവന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാനാണ്. ആകയാൽ ഇന്നത്തെ നമ്മുടെ ചിന്താഗതി അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന തരത്തിലാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ദൈവം നമ്മോട് ഇടപെടുന്നു. അവൻ നമുക്ക് ആലോചന തരുന്നു, ആലോചന മനസ്സ് പൊഴിച്ചു തരുന്നു. അതേ ശാസി ഈ ജനത്തെ ദൈവത്തിന്റെ ആത്മാവ് 3 തരത്തിൽ അഥവാ 3 കൂട്ടമായിട്ടാണ് തിരിക്കുന്നത്. അത് എൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. 1 ബുദ്ധിഹീനർ. 22-ാം വാക്യത്തിൽ ബുദ്ധിഹീനരെ, അതേ വാക്യത്തിൽ തന്നെ പരിഹാസികളെ, 2ാമത്തെ പരിഹാസികൾ. അടുത്തത് ഭോഷന്മാർ. ബുദ്ധിഹീനർ, അതിനെ ഈ നിലയിൽ ഞാൻ പറയാം: ബുദ്ധിഹീനർ, ഭോഷന്മാർ, പരിഹാസികൾ. ബുദ്ധിഹീനരെ നിങ്ങളുടെ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെ രചിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. സാധാരണ നാം ചിന്തിക്കാത്ത നിലയിൽ ഉള്ള വസ്തുതകളാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ദൈവം നമ്മോട് ഇടപെടുന്നതായ ഒരു സമയമുണ്ട്, തൻ്റെ ആലോചന നൽകുന്നതായ ഒരു സമയമുണ്ട്, നമ്മെ ശാസിക്കുന്നതായ ഒരു സമയമുണ്ട്, നമ്മുടെ അടുക്കലേക്ക് കൈനീട്ടുന്നതായ ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് നാം അത് കൂട്ടാക്കാതെ ആലോചനയെ നിരസിച്ച് പരിഹാസികളെ പോലെ, ഭോഷന്മാരെ പോലെ, ബുദ്ധിഹീനരെ പോലെ പോകുവാനാണ് തയ്യാറാകുന്നത് എങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ നിലവിളിക്കും. ദൈവം പറയുന്നു, അന്ന് ഞാൻ നിങ്ങളുടെ നിലവിളി കേൾക്കയില്ല. ശ്രദ്ധിച്ചുവോ? ഇവിടെ ഇരിക്കുന്ന ദൈവജനം ശ്രദ്ധിച്ചു കൊള്ളട്ടെ. എന്നും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചേക്കാം. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അനേക ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഒരു ദിവസം വരുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കും. ദൈവം നമ്മുടെ നിലവിളി
കേൾക്കയില്ല. അന്ന് ദൈവം നമ്മെ നോക്കി പരിഹസിക്കും. ഇന്ന് നാം ദൈവത്തെ നോക്കി പരിഹസിച്ചേക്കാം. അന്ന് ദൈവം നമ്മെ നോക്കി ചിരിക്കും. ഒരു ഉദാഹരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിന്റെ അനുഭവം തന്നെ നോക്കിയാൽ മതി. ഒരു സമയത്ത് ദൈവം അവർക്ക് ആലോചന കൊടുത്തു, ദൈവം അവരോട് സംസാരിച്ചു, ദൈവം അവരെ ശാസിച്ചു. അന്ന് അവർ അതിനെ പരിഹസിച്ച് തള്ളി. പിന്നെ ഒരു ദിവസം അവർ നിലവിളിച്ചു, പക്ഷെ ദൈവം അവരെ നോക്കി ചിരിച്ചു. ദൈവം മറുപടി നൽകിയില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ആ ദിവസമായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ നിലവിളിച്ചാൽ ദൈവം കേൾക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വർഷങ്ങൾക്ക് മുൻപ് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ വിളിച്ചുകൊണ്ടുപോയ അനുഭവം എൻ്റെ മനസ്സിൽ നിന്ന് മറന്നുപോയിട്ടില്ല. അദ്ദേഹം ഒരു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ഒരു ചട്ടമ്പിയുമായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഭയമായിരുന്നു. അന്ന് അനേകർ സുവിശേഷം പറഞ്ഞു, അവനനുസരിച്ചില്ല. ഒരു ദിവസം അവൻ കഠിനമായി മദ്യപിച്ചു. അവൻ റോഡിലൂടെ പോകുമ്പോൾ ആടിയാടി അവൻ ഓടയിൽ വീണു. ആരും കണ്ടില്ല. അർദ്ധരാത്രി ആയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഓടയിലൂടെ വെള്ളം ഒഴുകുവാൻ തുടങ്ങി. ആ വെള്ളത്തിൽ അവൻ കിടന്നു രാവിലെ വരെ. ആരോ അതിലെ പോയപ്പോൾ കണ്ടു. അപ്പോഴത്തേക്ക് അവൻ്റെ നട്ടെല്ല് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ സ്തംഭിച്ചു പോയിരുന്നു. അങ്ങനെ കിടക്കുന്ന കിടക്കയിൽ വെച്ചാണ് എന്നെ വിളിച്ചത്. അവൻ പറഞ്ഞ ഇതാണ്, അന്ന് ഞാനിതെല്ലാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്തൊരു വ്യത്യാസമായേനെ. ഇപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ സൗഖ്യമാക്കുന്നില്ല. ശരിയാണ്, ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ അതേ നിലയിൽ അവൻ വർഷങ്ങൾക്ക് ശേഷം മരിക്കേണ്ടി വന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദിവസമുണ്ട്, എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദിവസമുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രംഗത്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കാനുള്ളതായ സമയം ഇന്ന് രാത്രി ഉണ്ടായിരിക്കാം. നാളെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. സ്തോത്രം. എന്നാൽ ദൈവം തന്റെ ആലോചന പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ സാരാംശം ഇതാണ്. 20-21 വാക്യങ്ങൾ വായിച്ചാൽ അതേ പള്ളികളിൽ മാത്രമല്ല, എല്ലായിടവും ദൈവം തന്റെ ആലോചന അറിയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. നഗരവാതിൽക്കൽ, നഗരത്തിനകത്ത്, തെരുവീതിയില്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ദൈവം തന്റെ ആലോചന അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എവിടെയാ വചനം കേൾക്കാൻ കഴിയാത്തത്? ദൈവത്തിന്റെ ആലോചന അറിയണമെന്നുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാം. തെരുവീഥികളിൽ നിന്നുകൊണ്ട് അത് ശ്രദ്ധിക്കാം. പട്ടണത്തിൽ ചെന്നത് ശ്രദ്ധിക്കാം. പട്ടണവാതുക്കൾ ചെന്നത് ശ്രദ്ധിക്കാം. ദേവാലയങ്ങളിൽ ചെന്നത് ശ്രദ്ധിക്കാം. അനേക ഭവനങ്ങളിൽ ചെന്നത് ശ്രദ്ധിക്കാം. ഒരു പ്രത്യേകമായ കാലയളവാണിത്. ഇതുപോലെ ഒരു കാലയളവ് ഇതുവരെയും ചരിത്രത്തിന്റെ ഏടുകളിൽ ഉണ്ടായിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് സുവിശേഷം കേൾക്കുവാൻ എങ്ങും പോകണ്ട. വീട്ടിൽ നിന്നുകൊണ്ട് അത് കേൾക്കാം, വീട്ടിൽ നിന്നുകൊണ്ട് അത് കാണാം. അതാണ് ആ 20-21 വാക്യങ്ങളിൽ പറയുന്നത്. നിശ്ചയമായി ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നാളുകളെ കുറിച്ച് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കാർക്കും ഇതിന് തെറ്റി ഒഴിയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. നമുക്ക് രൂപാന്തരപ്പെടുവാൻ പറ്റിയ അവസരം, നമുക്ക് മടങ്ങി വരുവാൻ പറ്റിയ സന്ദർഭം, നമുക്ക് അഥവാ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായ സന്ദർഭം. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് എനിക്ക് ധൈര്യമുണ്ട്. ഇനി ഞാൻ ദൈവത്തിന്റെ ആത്മാവ് വേർതിരിക്കുന്ന 3 കൂട്ടത്തിലേക്ക് വരട്ടെ. ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം അനുഭവത്തോട് ചേർത്തതിനെ ചിന്തിച്ചുകൊള്ളുക. ഒന്നാമത്തേത് ഭോഷന്മാർ.
ഒന്നാമത്തേത് ബുദ്ധിഹീനർ, രണ്ടാമതായി ഞാൻ എടുക്കുന്നത് ഭോഷന്മാർ, മൂന്നാമത്തേത് പരിഹാസ്യർ. ഈ 3 തരത്തിലുള്ളതായ വ്യക്തികളെയും നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് 3 ഉപമകളിൽ പറഞ്ഞിരിക്കുന്നതായ ആ വിഷയവുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുവാൻ കഴിയും. അങ്ങനെ പഠിച്ചാൽ അത് വളരെ ശ്രേഷ്ഠവുമായിരിക്കും. അവിടെ 3 ഉപമകളാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. 1 നാണയത്തിന്റെ ഉപമ, 2 ആടിന്റെ ഉപമ, കാണാതെ പോയ ആടിന്റെ ഉപമ, 3 കാണാതെ പോയ മകന്റെ അഥവാ നാം സാധാരണ മുടിയനായ പുത്രൻ എന്ന് പറയുന്നവന്റെ ഉപമ. കാണാതെ പോയ നാണയം, കാണാതെ പോയ ആട്, കാണാതെ പോയ മകൻ. ഇത് 3 അനുഭവത്തിലുള്ളതായ കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ബുദ്ധിഹീനർ. ബുദ്ധിഹീനരെ നാണയത്തിന്റെ ഉപമയോട് നമുക്ക് സാദൃശീകരിക്കാം. ബുദ്ധിഹീനർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയോ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്തതായ വ്യക്തികളെയാണ് ആ വാക്കിനാൽ ഉദ്ദേശിക്കുന്നത്, ബുദ്ധിഹീനർ. അതിനാണ് കർത്താവ് പറഞ്ഞത് നാണയം. ഒരു നാണയം എടുക്കൂ, ആ നാണയത്തിന് വിലയുണ്ട്. എന്നാൽ ആ നാണയത്തിന് വിലയുണ്ടെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാം, ആ നാണയത്തിന് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? നാണയത്തിന് വിലയുണ്ട്, പക്ഷെ എനിക്ക് ആ വിലയുണ്ട് എന്നുള്ള വസ്തുത നാണയത്തിന് അറിഞ്ഞുകൂടാ. ഇതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമണിയായ മനുഷ്യൻ ദൈവത്തിന് വിലയേറിയവനാണ് എന്നുള്ളതായ വസ്തുത പലരും സ്വയം മനസ്സിലാക്കുന്നില്ല. അവര് പറയും, ഞാൻ നശിക്കുന്നെങ്കിൽ ആർക്ക് പോയി, ഞാനിങ്ങനെ തകർന്നാൽ ആർക്ക് ഛേദം. ഈ നാണയത്തെ പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ നാണയത്തെ നാം പേഴ്സിനകത്തിടുന്നു, അല്ലെങ്കിൽ പോക്കറ്റിലിടുന്നു, എവിടെയെങ്കിലും ഇട്ടേക്കുകയില്ല. എന്നാൽ ആ നാണയം എവിടെ വീണാലും ഒരുപോലെ, അത് പെട്ടിക്കാത്തിരുന്നാലും പേഴ്സിലിരുന്നാലും തെരുവീതിയിൽ കിടന്നാലും വെള്ളത്തിൽ കിടന്നാലും അഴുക്കിൽ കിടന്നാലും എവിടെ കിടന്നാലും ആ നാണയത്തിന് ഒരു ചിന്തയുമില്ല, ഒരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ട്? അതിന്റെ വില അതിനറിഞ്ഞുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന് വിലയേറിയ മനുഷ്യൻ കുറെ കൂടെ ഞാൻ അപ്പുറത്തേക്കാണെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല, തന്റെ ഓമനകുമാരനെ വിലയായി കൊടുത്ത് അവന്റെ രക്തത്തിന്റെ വിലയായി തീർന്നിരിക്കുന്നതായ മനുഷ്യൻ ദൈവത്തിന് വിലയുള്ളവനാണ്. സ്നേഹിത, ദൈവത്തിന് നീ വിലയുള്ളവനാണ്. നിന്നെ പോലെ വിലയുള്ളതായ ഒന്ന് വേറെ ഇല്ലേ ഇല്ല. ദൈവം ഇന്ന് രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ, ഈ പട്ടണത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു എങ്കിൽ, ഇവിടെ കോടാനകോടി ഡോളർ ചെലവഴിച്ച് പണിതിരിക്കുന്നതായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാൻ അല്ല ദൈവം വന്നിരിക്കുന്നത്. ഇവിടെയുള്ളതായ പ്രത്യേക കാഴ്ചവസ്തുക്കൾ കാണാൻ അല്ല ദൈവം വന്നിരിക്കുന്നത്. അവൻ വന്നിരിക്കുന്നത് അവന്റെ രക്തത്തിന്റെ വിലയായ നിന്നെ കാണുവാനാണ്. ഇത് തിരിച്ചറിയുന്ന എത്ര പേരിവിടെയുണ്ട്? പലരും തിരിച്ചറിയുന്നവരാണെന്നാൽ തിരിച്ചറിയാത്തവരിവിടെ ഇല്ലേ? ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തിയായി എന്റെ ഹൃദയത്തിൽ പ്രസ്താവിക്കുന്നു. നിങ്ങൾ പറയുകയാണ്, ഞാൻ നശിച്ചാൽ ആർക്ക് പോയി,
ദൈവത്തിന് നഷ്ടമുണ്ട് സ്നേഹിത. സഹോദരി, ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. നീ വഴിവിട്ടു പോയാൽ വേദനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നീ ലൈൻ മാറിപ്പോയാൽ നിന്നെ കുറിച്ച് ദുഃഖിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും തിരിച്ചറിയാത്ത വ്യക്തികൾ, എന്തോ കഴിച്ചിരുന്നാലും എല്ലാം ഒരുപോലെ, എന്തോ കുടിച്ചിരുന്നാലും എല്ലാം ഒരുപോലെ, എവിടെ ഇരുന്നാലും എല്ലാം ഒരുപോലെ, ആരുടെ കൂടെ ഇരുന്നാലും എല്ലാം ഒരുപോലെ, ഏത് വാക്ക് പറഞ്ഞാലും എല്ലാം ഒരുപോലെ. നല്ലതോ ചീത്തയോ അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാ. ഞാൻ പറയാം, അയ്യോ മോശമായി സംസാരിച്ചു. അവർ പറയുന്നു, ഓ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയോ? ഓ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. ഒരു തരത്തിലുള്ള വ്യത്യാസവും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ എന്താണ്? ഈ നാണയത്തെ പോലെയാണോ? എങ്കിൽ മനസ്സിലാക്കുക, നിനക്ക് വിലയുണ്ട്. വില അറിയാവുന്ന വ്യക്തിയുടെ കയ്യിൽ വരുമ്പോൾ മാത്രമേ നാണയത്തിന് വിലയുള്ളൂ. അതും കൂടെ മനസ്സിലായിക്കൊള്ളാൻ. വിലയുണ്ടെന്നും പറഞ്ഞ് വചനത്തിൽ തന്നെ പറയുന്നത് പോലെ നല്ല മൂക്കുത്തിയെടുത്ത് പന്നിക്കിട്ടാൽ എന്നാ ഗുണമെന്ന് വചനം പറയുന്നല്ലോ. കാരണം പന്നിക്ക് അതിൻ്റെ വില അറിഞ്ഞുകൂടാ. വില അറിയാൻ പാടില്ലാത്തവൻ്റെ കയ്യിൽ വിലയുള്ളത് കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല. ഇന്ന് നീ കേൾക്കുന്ന സുവിശേഷം വിലയുള്ളതാണ്. വിലയുള്ളതാണ്. വെറുതെ കിട്ടുന്നത് നിങ്ങൾ വിചാരിച്ചു കളയരുത്. വിലയുള്ളതാണ്. ചില വിശ്വാസികൾ പോലും നിസ്സാരമായിട്ട് അങ്ങനെ തള്ളാറുണ്ട്. അപ്പം ആ യോഗത്തിന് പോയി അവരൊരു പ്രസംഗം കേട്ടു, സാരമില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ അർപ്പിക്കപ്പെട്ടതായ വില എത്രമാത്രം നിങ്ങൾക്കറിയാമോ? എത്ര പേര് ആ യോഗത്തിൻ്റെ പിന്നിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആരെല്ലാം അതിനു വേണ്ടി വില കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാറ്റിനും മേലായി നമ്മുടെ കർത്താവ് അതിനു വേണ്ടി വില കൊടുത്തിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിന്നെ തന്നെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ബുദ്ധിഹീനരെ, നിങ്ങളുടെ ബുദ്ധിഹീനതയിൽ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? ദൈവം പറയുകയാണ്, അധിക നാൾ മുന്നോട്ട് പോകാൻ ഒക്കെയില്ല. ദൈവം തന്റെ കരം നീട്ടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സമയം പോകുന്നല്ലോ, ഞാൻ ചുരുക്കി മുന്നോട്ട് വരട്ടെ. ആ ബുദ്ധിഹീനതയുടെ അനുഭവത്തിലായിരിക്കുന്നതായ ചില വ്യക്തികൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവരോട് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതെ, മനസ്സിലാക്കുക. അവിടെയും ഉപദേശം, ഗുണദോഷവും ശാസനയും തിരിച്ചറിയും. നാണയത്തിന് തന്നെ തിരിച്ചറിയും. അതിനെ എടുത്ത് തറയിലിട്ട് അടിച്ചാൽ അതിനെന്നെ, അതിനെ വെട്ടിമുറിച്ചാൽ അതിനെന്നെ. ചിലർക്ക് ദൈവത്തിൽ നിന്ന് എത്ര കിട്ടിയാലും ഒരു ബോധവും ഇല്ല. എന്നാൽ ചിലരാണ് നിവരിയിൽ ഒരു ചെറിയ തട്ട് കൊള്ളുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും. എന്നാൽ ചിലർ എത്ര കിട്ടിയാലും അന്ത്യകാലത്ത് അതേ ന്യായവിധി സ്വർഗത്തിൽ നിന്ന് ചൊരിയപ്പെടുന്നതായ സമയത്ത് ആൽപ്പഴം മൂക്കെ വീണാലും ദൈവത്തെ ദുഷിക്കുന്ന ആളുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ്? ബുദ്ധിഹീന. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഇടപെട്ടപ്പോൾ അത് തിരിച്ചറിയാത്ത വ്യക്തികളിലൂടെ ഇല്ലേ? ഇന്ന് രാത്രി അത് തിരിച്ചറിയുക. നിന്റെ വില നീ മനസ്സിലാക്കുക. നീ ദൈവത്തിന്റെ കൈവേലയാണ്. യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ദൈവത്തെ സ്തുതിക്കുക. യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നിനക്ക് വേണ്ടിയുള്ള വില കൊടുത്തു കഴിഞ്ഞു. നിനക്ക് വിലയുണ്ട്. ആകയാൽ ഇന്ന് രാത്രി ഈ ശാസനയ്ക്ക് തിരിയുക. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുകയാണ്. തിരികെ രണ്ടാമത്തേത് ഭോഷന്മാരെന്നുള്ളത് ഞാൻ എടുക്കട്ടെ. അത് ആടിന്റെ ഉപമയ്ക്ക് സാദൃശ്യമാണ്. ആട് നാണയത്തെ പോലെ അല്ല. അതിനല്പ ബോധമൊക്കെ ഉണ്ട്. ഒരടി കൊണ്ടാൽ അതിനറിയാം. തീറ്റയുള്ളിടത്ത് പോയി തിന്നണമെന്ന് അതിനറിയാം. അത് മാത്രമല്ല, അതിനൊരു ഇടയനുണ്ട് എന്നുള്ള കാര്യവും അതിനറിയാം. ഈ കാറ്റഗറി വരുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ചു കൊള്ളണം. നാം ഈ പറയും, ഓ ഞാൻ എല്ലാ നിലയിലും ശ്രേഷ്ഠമാണ്. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയാം. നിങ്ങളെ വീണ്ടെടുത്ത ഒരു രക്ഷിതാവ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. യഹോവ നിങ്ങളുടെ ഇടയനാണെന്ന് നിങ്ങൾക്കറിയാം. അവൻ നിങ്ങൾക്ക് ആഹാരം തരുന്നുവെന്ന് നിങ്ങൾക്കറിയാം.
അവൻ നിങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഭോഷത്വം പുലർത്തിക്കൊണ്ടു പോകുന്നതായ വ്യക്തികളെ ഈ ആടിനെ പോലെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഈ ആടിന്റെ ഭോഷത്വം? ഒരു കാര്യത്തിലാണ് നമുക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്ന, അഥവാ ഒരു കാര്യമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പലത് പറയുവാൻ കഴിയുമെങ്കിലും ഈ ഒരാട് കാണാതെ പോയി. മൂന്നും കൂടെ ചേർത്ത് ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം. ഇത് കാണാതെ പോയത് എങ്ങനെ? ഇടയൻ അതിനെ അടിച്ചോടിച്ചതല്ല, മറ്റാടുകളൊന്നും അതിനെ വിരട്ടി ഓടിച്ചതല്ല. ഇത് സൂത്രത്തിൽ തന്നെ പോയതാണ്. ഞാൻ ഇങ്ങനെയാണ് അനുമാനിക്കുന്നത്. ഈ ആടുകളെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ആടുകൾ പതുക്കെ അപ്പുറത്തോട്ട് നോക്കും. അവിടെ കുറെ നല്ല തളിരില കിടക്കുന്നു. ഇങ്ങനെ വൃക്ഷം ചാഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഈ ആടുകൾ പതുക്കെ അങ്ങോട്ട് നോക്കി അല്പം ഒന്ന് നിന്നപ്പോൾ ഇടയൻ പുറകെ വന്നൊരൊറ്റ അടി കൊടുത്തു. അതിന് മനസ്സിലായി അങ്ങോട്ട് പോകാൻ ഇടയൻ അനുവദിക്കത്തില്ല. ഇത് നേരെ പോയപ്പോൾ ഈ ആടിന്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയാമോ? ഈ ഇടയൻ ഞാൻ വിചാരിച്ചതുപോലെ അത്ര സ്നേഹമുള്ള ഇടയനല്ല. നല്ല തളിരില അവിടെ കിടക്കുന്നു. അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്നെ അങ്ങോട്ട് വിട്ടില്ല. ഇവിടെ അത്രയും നല്ല തളിരിലയില്ല, കുറച്ച് ഉണങ്ങിയതും ഒക്കെയാണ്, കുറ്റിച്ചെടികളാണ്. ആ തളിരില അവിടെ കിടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ കുറ്റിച്ചെടിയുടെ ഇടയിലിട്ട് തീറ്റുകയാണ്. ഞാൻ വിചാരിച്ച അത്രയും ഈ ഇടയൻ നല്ലവനല്ല. ആയിരുന്നെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലേ? പക്ഷെ ആടേ, ഒരു കാര്യം നീ അറിഞ്ഞോ? നീ ഇല മാത്രമേ കണ്ടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തൊരു കുഴിയൂടെ കിടപ്പുണ്ട്, അത് നീ കണ്ടില്ല. ഇടയനത് കണ്ടു. ആ കുഴിക്ക് അപ്പുറത്താണ് ആ തളിരില കാണുന്നത്. നീ ഓടിയാൽ ആ കുഴിയിൽ വീഴും. അതറിയാവുന്ന, ആടിനെ സ്നേഹിക്കുന്ന ആ ഇടയനാണ് അതിനെ അടിച്ചിങ്ങോട്ട് വിട്ടത്. പക്ഷെ ആട് അതിൻ്റെ ഭോഷത്വത്തിൽ വിചാരിച്ചു ഈ ഇടയന് വിചാരിച്ച പോലെ സ്നേഹമില്ല. അന്ന് മുതൽ ചിന്ത മുഴുവൻ അതാണ്. ഇവൻ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആലയിലായിരിക്കുമ്പോഴും അവന്റെ ചിന്ത മുഴുവൻ അവിടെ കണ്ടതായ നല്ല തളിരിലയാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെങ്കിലും ചാടി അപ്പുറത്ത് പോകണമെന്നൊരു വിചാരം. ചിന്തിച്ചുകൊള്ളുക. ഈ ആട് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസവും അങ്ങോട്ട് നോക്കിയപ്പോൾ ഇടയൻ വന്നൊരൊറ്റടി കൊടുത്തു, നേരെ പോയി. ഉച്ച സമയത്ത് ഈ ആടുകളെ എല്ലാവരിടത്ത് കിടത്തിയിട്ട് ഇടയനും മാറി ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ആടുകളെ മേയ്ക്കുന്ന സ്ഥലങ്ങളിലെ പലസ്തീൻ നാട്ടിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇവിടെല്ലാം ഞാൻ ആയിരുന്നിട്ടുണ്ട്. ഇതെല്ലാം പോയി ഞാൻ പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. ഉച്ച സമയമാകുമ്പോൾ എല്ലാവരെയും അവിടെയൊക്കെ ഒന്ന് കിടത്തിയിട്ട് ഇടയനും മാറി അവിടെ നിന്ന് കിടക്കും. ഈ ആട് തക്ക നോക്കിയിരിക്കുകയായിരുന്നു. ഇത് തന്നെ അവന്റെ ഉള്ളിലെ ചിന്ത. ഇടയൻ അങ്ങോട്ടൊന്ന് തല ചായ്ക്കുകയും യവൻ എന്തോ ചെയ്ത് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. അവന്റെ പരിപാടി എന്താണെന്നറിയാമോ? അവിടെ പോയി ആ തളിരിൽ തിന്നിട്ട് ഇടയൻ തല പൊക്കുമ്പോഴത്തേക്ക് ഇനി തിരിച്ചു വരണം. ഇതായിരുന്നു അവന്റെ ബുദ്ധി. അതിനുവേണ്ടിയാണ് അവൻ ഓടിയത്, അല്ലാതെ എന്നേക്കും അങ്ങ് പോകാനല്ല. പോയി തിന്നിട്ട് വരിക, ഇടയൻ അറിയരുത്. യവനൊരൊറ്റ ഓട്ടം ഇല്ല, തളിരിലെ നോക്കിക്കൊണ്ട് ഓടിയത് കൊണ്ട് ഈ കുഴി കണ്ടില്ല. ചെന്ന് കുഴിക്കകത്ത് വീണു. കാരണം അനേകർ ഓടുന്നത് തളിരില മാത്രം നോക്കിക്കൊണ്ടാ. സൂക്ഷിച്ചു വേണേ, താഴെക്കൂടെ നോക്കിക്കേ ഓടാവും. അപ്പുറത്ത് കാണുന്ന തളിരില നോക്കിക്കൊണ്ട് ഓടിക്കളയരുത്. ദൈവത്തിന്റെ ആലോചന ചോദിക്കുക. അവിടെ നമ്മുടെ ദൈവം ഇല മാത്രമല്ല, കുഴിയും കാണുന്നവനാണ്. ഇങ്ങനെ ചാടി എത്ര പേര് കുഴി വീണ് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയണ്ട. ഇനിയിപ്പോൾ കര കയറാനും വയ്യ, എന്തോ ചെയ്യാം. എന്നാൽ ഇതാ ഇവിടുത്തെ അനുഭവം നോക്കുക. ഇടയൻ ഇത് അറിഞ്ഞതേയില്ല. ഇടയൻ പതുക്കെ സാധാരണ പോലെ ഒരു ചെറിയ നാപ്പ് ഒക്കെ കഴിഞ്ഞ് തല പൊക്കി, ആടുകളെല്ലാം അവിടെയുണ്ട്, എല്ലാം ഉണ്ടെന്ന് അവൻ വിചാരിച്ചു. വൈകിട്ട് ആലയിലേക്ക് അവയെ കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കി. എണ്ണിയപ്പോൾ ഒന്നിനെ കണ്ടില്ല.
ഇടയന് മനസ്സിലായി, ഇല്ല, ആട് തന്നെയാണ്. അവിടെ വെച്ച് അടിച്ചുവിട്ട ആടുണ്ടല്ലോ, അത് തന്നെയാണ്, അവിടേക്ക് തന്നെയാണ് പോയതെന്ന് ഇടയന് മനസ്സിലായി. ഇടയൻ 99 അവിടെ വിട്ടിട്ട് അവിടേക്ക് ഇറങ്ങി. ഭോഷന്മാർ ദൈവം നൽകുന്നത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം ദൈവം തരുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവത്തിന് എന്നോട് അത്ര വലിയ സ്നേഹമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ മറുതലിച്ച ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ഭോഷന്മാർ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. വീഴുന്നതിന് മുൻപേ തിരിച്ചറിയുക. നാണയം പോയതുപോലെ അല്ല ഈ വ്യക്തി പോയത്. സ്വയം തെരഞ്ഞെടുക്കുകയായിരുന്നു ഭോഷത്വം. ബുദ്ധിമാന്മാരെന്ന് വിചാരിച്ച് ഭോഷത്വം നിരൂപിച്ച് അതിൽ വീണുപോകുന്ന എത്ര പേരാണ് നമ്മുടെ ഇടയിലുള്ളത്. വീണ് കിടന്ന കരയുന്നവർ. അവസാനം ഞാൻ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തേത് പരിഹാസികൾ. മുടിയനായ പുത്രൻ, അവൻ നാണയത്തെ പോലെയല്ല. അവന്റെ വില അവൻ അറിയാം. അവൻ വെറും ഭോഷനല്ല, അബദ്ധം പറ്റിയതല്ല. അവനെല്ലാം ആലോചിച്ച ഉറച്ച മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചവനാണ്. കാരണം അവന്റെ അപ്പനെ അവൻ അറിയാം, അപ്പന്റെ വീട് അവനറിയാം, വസ്തുവക അവനറിയാം, എത്ര ജോലിക്കാരവിടെ ഉണ്ടെന്ന് അവനറിയാം, അവർ കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണെന്ന് അവനറിയാം, എന്തുമാത്രം അവിടെ ശേഷിപ്പിക്കുന്നുണ്ടെന്ന് അവനറിയാം, അവന്റെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെന്ന് അവനറിയാം, ഈ വസ്തു വിറ്റാലെന്തോ പണം കിട്ടുമെന്ന് അവനറിയാം. ഇതെല്ലാം അവനറിയാം. പിന്നെ അവൻ എന്താ ചെയ്തത്? അവൻ പിതാവിന്റെ അടുക്കൽ ചെന്നു. പിതാവിനോട് പറഞ്ഞു, എനിക്കുള്ളത് ഇങ്ങ് തരയണം, എന്റെ ഓഹരി ഇങ്ങ് തരയണം. അവകാശമാണ്. അതേ, ആ കാലത്ത് ഇത് അവകാശം നമുക്ക് മാറ്റിമറിക്കാൻ ഒക്കെയില്ല. മക്കൾക്ക് കൊടുത്തേ മതിയാവും. ഇതറിയാവുന്നവൻ, അവകാശത്തെക്കുറിച്ച് ബോധമുള്ളവനാണിവൻ. അവൻ ചെന്ന് അവകാശം പിടിച്ചു വാങ്ങിച്ചു. ആ അപ്പൻ അവനോട് പറഞ്ഞു, മകനെ പോകരുത്, ഇവിടെ നിനക്കെല്ലാം ഉണ്ട്, വേണ്ട, എനിക്ക് ജീവിക്കാൻ എനിക്കറിയാം, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം, എനിക്കാരുടെയും ഗുണദോഷമൊന്നും വേണ്ട, എൻ്റേത് 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 ഞാൻ കൊണ്ടുപോയി എനിക്കിഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യും. ആര് ചോദിക്കാൻ? ആർക്കും അവകാശമില്ല. ഇതുപോലെ ദൈവം നൽകിയിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നതായ വിലയേറിയ ദാനങ്ങളെ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ, ദൈവത്തിന്റെ ആലോചന പ്രകാരമല്ലാതെ ചെലവഴിച്ചു പോകുന്നതായ വ്യക്തികളുണ്ട്. ആരുടെയും ആലോചന അവർക്ക് പ്രശ്നമല്ല. ദൈവത്തിന്റെ വചനം അവർക്കൊരു പ്രശ്നമല്ല. അവർക്കറിയാം, ദൈവത്തിന്റെ വചനം അവർക്കറിയാം. സ്തോത്രം. നമ്മളൊരു വാക്യം അവരോട് പറയൂ, അതിന് ബദലായിട്ടുള്ള ഒരു വാക്യം അവരിങ്ങോട്ട് പറയും. അവർക്കറിയാം. ഞാൻ അതൊന്നും പറഞ്ഞു നിങ്ങൾ രസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിൻ്റെതായ ആത്മീയ ഭാരത്തിലും ഗൗരവത്തിലും തന്നെ നിൽക്കട്ടെ. ഏത് വാക്യം പറഞ്ഞാലും അതിന് മറുപടി പറയാൻ അവർക്കറിയാം. ഏത് പ്രസംഗം കേട്ടാലും അതിനെ അവഗണിക്കുവാൻ അവർക്കറിയാം. എല്ലാം പഠിച്ചു വച്ചിരിക്കുന്നവർ പരിഹാസികൾ. ദൈവത്തെ പരിഹസിക്കുന്നവർ, ദൈവജനത്തെ പരിഹസിക്കുന്നവർ, ദൈവത്തിന്റെ ദാസന്മാരെ പരിഹസിക്കുന്നവർ, ആത്മീയത്തെ പരിഹസിക്കുന്നവർ, പ്രവചനത്തെ പരിഹസിക്കുന്നവർ, ആത്മാവിന്റെ പ്രകടനത്തെ പരിഹസിക്കുന്നവർ. അതേ, ആത്മീയ കോളത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്. എല്ലാറ്റെയും പരിഹസിച്ച് നടക്കുന്നവർ. അവർ വേണേ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി യോഗത്തിന് വരും. യോഗത്തിന് വന്നിരുന്ന ശേഷം മടങ്ങിപ്പോകുന്നത് അവിടെ നടന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടായിരിക്കും. നീ എന്തോ നേടി സ്നേഹിത, എത്ര പേരെ വിമർശിച്ചു,
എത്ര പേരെ പരിഹസിച്ചു. എന്തോ നേടി? ഏത് പ്രസംഗമാകട്ടെ, എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിനക്കെടുക്കാൻ കാണും. ഇല്ലെങ്കിൽ അവിടെ വായിച്ച വാക്യമെങ്കിലും നിനക്കെടുക്കാൻ കാണും. പരിഹസിക്കരുത്. പോയാൽ എവിടം വരെ പോകും? അതുകൊണ്ടാണ് വചനം തുടർന്ന് പറയുന്നത്, എത്രത്തോളം സമയം പോകുന്നില്ല, ചുരുക്കി പറയട്ടെ, പരിഹാസികളെ, നിങ്ങൾ എത്രത്തോളം? മുടിയനായ പുത്രനോട് ചോദിക്കൂ, നീ എത്രത്തോളം? അപ്പൻ തരുന്നത് തീരുന്നത് വരെ. അത്രേ ഉള്ളൂ സ്നേഹിത. ദൈവം നിനക്ക് തരുന്നത് തീരുന്നത് വരെ നിന്റെ അഹങ്കാരമൊക്കെ ഉള്ളൂ, പരിഹാസമൊക്കെ ഉള്ളൂ. നേടാമെന്ന് വിചാരിക്കണ്ട, നേടാൻ പോകുന്നില്ല. ദൈവം തന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം വഴിയിലേക്ക് ഇറങ്ങിയാൽ സ്വന്തം കൂട്ടുകാരെ കിട്ടും. സ്വന്തമായത് തീരുമ്പോൾ അവരെല്ലാം വിട്ടുപോകും. ഒടുവിൽ നീ ഏകനായി ശേഷിക്കും. ഏകനായി ശേഷിക്കുന്നതായ ഒരനുഭവം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ദൈവം നൽകിയ ആരോഗ്യം പാഴാക്കല്ലേ, ദൈവം നൽകിയ ബുദ്ധിശക്തി പാഴാക്കല്ലേ, ദൈവം നൽകിയ സമ്പത്ത് പാഴാക്കി കളയല്ലേ, ദൈവം നൽകിയ നല്ല കുടുംബത്തെ നീ പാഴാക്കി കളയരുതേ, നിന്റെ കുഞ്ഞുങ്ങളെ നീ നശിപ്പിക്കരുത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നിനക്കിടയാകാതിരിക്കട്ടെ. ഇതുപോലെ എത്ര കേട്ടതാണ് നിങ്ങൾ പറയുമായിരിക്കാം, എന്നും കേട്ടതുപോലെ അല്ല ഇന്ന് രാത്രി കേൾക്കുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. അതുകൊണ്ട് പരിഹാസികൾ, നീ ഞാൻ മൂന്നും കൂടെ ചേർത്ത് അതിന്റെ പ്രത്യേകമായ ആത്മീയ വശത്തേക്ക് മാത്രം കടന്നു വരട്ടെ. നാണയം ഒന്നും അറിയാതെ അവിടെ കിടക്കുകയാണ്. ആട് കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. മുടിയനായ പുത്രൻ ഒടുവിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സ്തോത്രം. മൂന്നവസ്ഥയാണ്. നാണയം ഇതൊന്നും അറിയാതെ അവിടെ കിടക്കുകയാണ്. ആട് കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. മുടിയനായ പുത്രൻ എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്പർശിക്കുന്നതായ വേളയിൽ അന്തരീക്ഷം വ്യത്യാസപ്പെടും. എല്ലാത്തിനും ഒരവസാനം വരും. നിനക്കൊരു കാലം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു ദിവസം വരും. സ്വർഗത്തിലേക്ക് നോക്കേണ്ടതായ ഒരു ദിവസം വരും. ഏത് ദൈവത്തെ പരിഹസിച്ചുവോ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കേണ്ട ഒരു ദിവസം വരും. ഏത് ശുശ്രൂഷകനെ പരിഹസിച്ചുവോ ആ ശുശ്രൂഷകനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കേണ്ടതായ ഒരവസരം വരും. ഏതപ്പന്റെ വീട് വിട്ടിറങ്ങിപ്പോയോ ആ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുവാനുള്ളതായ ദിവസം വരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നാണയം നഷ്ടപ്പെട്ടത് അത് കൈവശം വെച്ചിരുന്ന വ്യക്തിയുടെ കുറ്റം കൊണ്ടാണ്. ആട് നഷ്ടപ്പെട്ടത് അതിന്റെ ഭോഷത്വം കൊണ്ടാണ്. പുത്രൻ നഷ്ടപ്പെട്ടത് അവന്റെ പരിഹാസ മനോഭാവ നിമിത്തമാണ്. ഇവിടെ ആദ്യത്തേത് ദൈവജനത്തോടുള്ള ബന്ധത്തിലും ശുശ്രൂഷകന്മാരോടുള്ളതായ ബന്ധത്തിലും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാണയം നഷ്ടപ്പെടുന്നത് നാണയത്തിന്റെ കുറ്റം കൊണ്ടല്ല, മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ്. നിങ്ങളുടെ കുറ്റം കൊണ്ട് ചില വ്യക്തികൾ നഷ്ടപ്പെടുവാനിടയാകരുത്, സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ ഇനി എന്റെ ആത്മീയ വശത്തേക്ക് പ്രധാനമായി വരട്ടെ. ആ നാണയോടെ കിടക്കുമ്പോൾ ആ നാണയത്തിന് നിലവിളിക്കാൻ കഴിയുകയില്ല, മടങ്ങി വരാൻ കഴിയുകയില്ല. ഇതറിയാവുന്നതായ ആ നാണയത്തിന്റെ ഉടമസ്ഥ, സ്തോത്രം സ്തോത്രം, ആ നാണയത്തിന്റെ ഉടമസ്ഥ
നാണയം അവിടെ എവിടെയോ കുപ്പയ്ക്കകത്ത് കിടക്കുന്നു. നാണയത്തിന് ഒരു ചിന്തയുമില്ല. പക്ഷേ നാണയത്തെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ടതായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അതിന് മുതൽ മുടക്കിയ വ്യക്തി. ആ വ്യക്തി, ആ സ്ത്രീയെ സന്ധ്യയായപ്പോൾ മനസ്സിലാക്കി ഒരു നാണയം കാണാനില്ല. അവൾക്ക് സമാധാനമായില്ല. രാത്രി കഴിയട്ടെ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ പോയി നോക്കാമെന്ന് അവൾ വിചാരിച്ചില്ല. ഒരുപക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയേക്കാം. വിവരമറിഞ്ഞ നിമിഷത്തിൽ തന്നെ അവൾ പതുക്കെ എഴുന്നേറ്റു, വിളക്ക് കത്തിച്ചു, ഒരു ചൂൽ അഥവാ തുറപ്പെടുത്തു, അടിച്ചു വാരുവാൻ തുടങ്ങി. എല്ലായിടും വിളക്ക് വീണ്ടും നോക്കുവാൻ തുടങ്ങി. അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോൾ അതാ കുപ്പയ്ക്കകത്ത് കിടക്കുന്നു അവളുടെ നാണയം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മുതൽ മുടക്കിയ രക്ഷിതാവ് പരിശുദ്ധാത്മാവാകുന്ന വിളക്കുമായി, വചനമാകുന്ന ചൂലുമായി നിന്റെ അടുക്കലേക്ക് കടന്നു. നിന്റെ ഹൃദയം മുഴുവൻ ഇതാ തൂത്ത് വാരുകയാണ്. അവിടെയുള്ളതായ അഴുക്ക് മാറ്റുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ, ആ നാണയം കുപ്പയിൽ കിടക്കുന്നതാണ്, അഴുക്ക് പറ്റിയതാണെന്നുള്ള വിചാരം അതിന്റെ ഉടമസ്ഥയ്ക്കില്ല. കാരണം ഉടമസ്ഥയ്ക്ക് അതിന്റെ വില അറിയാം. അഴുക്കുണ്ട്. പക്ഷെ അവളത് കണ്ടതായ സമയത്ത് എടുത്ത് അത് തുടച്ച് വൃത്തിയാക്കി എവിടെ നേരത്തെ വെച്ചിരുന്നുവോ അവിടേക്ക് കൊണ്ടുപോയി. സ്തോത്രം. അവൾ പറയുകയാണ്, നാണയമേ, എന്റെ നാണയമേ, ഞാൻ ചെലവ് ചെയ്ത് അതേ വിലയ്ക്ക് വാങ്ങിയ നാണയമേ, നീ കിടക്കേണ്ട സ്ഥാനം ഈ കുപ്പയല്ല, നീ ഇരിക്കേണ്ടത് എന്റെ വീട്ടിലാ. ഹല്ലേലൂയ. അവിടെ ഇവിടെയും മാലിന്യങ്ങളേറ്റ്, മറ്റുള്ളവരുടെ നിന്നെയും പരിഹാസവും ഏറ്റ്, നിങ്ങളുടെ സൽപ്പേരും നഷ്ടപ്പെട്ട്, ആരോഗ്യവും നഷ്ടപ്പെട്ട്, വിദ്യാഭ്യാസവും നഷ്ടപ്പെട്ട്, ജോലിയും നഷ്ടപ്പെട്ട് കുപ്പയിൽ കഴിയേണ്ട വ്യക്തി അല്ല നീ. യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി നിന്റെ കൂടെ അവനൊരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവഭവനത്തിലേക്ക് വരിക. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അടുക്കലേക്ക് വരുന്ന ഈ വേളയിൽ നീ അനുവദിച്ചു കൊടുക്കുമോ? അനുവദിച്ചു കൊടുക്കുമോ? അവൻ നിന്നെ എടുക്കും, അവൻ നിന്നെ കഴുകും, തന്റെ രക്തത്താൽ കഴുകും, നിന്നെ ശുദ്ധീകരിക്കും, മാലിന്യങ്ങൾ മുഴുവൻ മാറ്റും. കരയോ ചുളുക്കമോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഓ, ദൈവത്തിന്റെ സഭയിൽ, ഹല്ലേലൂയ, ദൈവഭവനത്തിൽ അവനെ ആക്കും. ആമേൻ, ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവിന്റെ അടുക്കിലേക്ക് വരിക. ആടിന്റെ അനുഭവമാണെങ്കിൽ വെറുതെ കിടന്നാൽ പോരാ, ആട് കരയുകയാണ്. വീണുപോയി എന്നതിനറിയാം, പോഷത്വം കാണിച്ചു പോയി എന്നതിനറിയാം, തന്നെത്താൻ കയറുവാൻ സാധ്യമല്ല. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ എവിടെ വീണിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമോ? ഇനിയില്ല എന്ന് പറഞ്ഞു മാറിപ്പോകുവാൻ ഇടയാകരുത്. നിങ്ങൾ എവിടെയാണ് തെറ്റിപ്പോയത്? എവിടെയാണ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്? എവിടെയാണ് ദൈവത്തിന്റെ പാതയിൽ നിന്ന് അന്യപ്പെട്ടു പോയത്? എവിടെയാണ് ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോയത്? അതെ, അതെ, അവിടെ വീണ് കിടക്കുമ്പോൾ ഒന്ന് നിലവിളിക്കൂ. ഹൃദയത്തിൽ നിന്നൊരു നിലവിളി ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു നിലവിളി ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. നിനക്ക് തന്നെ കയറുവാൻ നിവർത്തിയില്ല സ്നേഹിത. ഇല്ല, ഇല്ല, തനിയെ കയറുവാൻ കഴിയില്ല. നീ വേദനപ്പെട്ട് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ തെറ്റിപ്പോയ, വഴിവിട്ടുപോയ വ്യക്തിയുടെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ കണ്ണുനീർ ഒഴുക്കുകയാണ്, നിലവിളിക്കുകയാണ്. അയ്യോ, എനിക്കിങ്ങനെ വന്നുപോയല്ലോ,
ആരെങ്കിലും അറിഞ്ഞാൽ മോശമാണല്ലോ എന്നെല്ലാം പറഞ്ഞ് നിലവിളിക്കുകയാണ്. വേറെ ആരുമല്ല അറിയാൻ പോകുന്നത്, നിന്നെ വീണ്ടെടുക്കുന്നവൻ തന്നെയാണ് അതറിയുന്നത്. ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രി അത് മനസ്സിലാക്കുക. ആ ഇടയന് സന്ധ്യയ്ക്ക് എല്ലാത്തിനും എണ്ണി നോക്കിയപ്പോൾ ഒന്നില്ല. ആ 99 അവിടെ വിട്ടിട്ട് നമുക്ക് കഥകളെല്ലാം അറിയാം. ആ രാത്രിയിൽ തന്നെ അന്ധകാരത്തെയോ ദുഷ്ടജന്തുക്കളെയോ ഒന്നും ഭയപ്പെടാതെ അവൻ അവിടേക്ക് ഇറങ്ങി നടന്നു. അവൻ ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കൂ, അവൻ വിളക്കെടുത്തിട്ടില്ല. നാണയം എടുക്കാൻ പോയതുപോലെ അല്ല അവൻ വരുന്നത്. അവൻ ശ്രദ്ധിക്കുന്ന കാതുകൊണ്ടാണ്. ആ നാണയം എടുക്കാൻ കണ്ണാണ് പ്രയോഗിച്ചതെങ്കിൽ ആടിനെ വീണ്ടെടുക്കുവാൻ കാതാണ് വിനിയോഗിച്ചത്. കാരണം അവന് കേൾക്കണം. കാണാനൊക്കത്തില്ല, കുഴി കിടക്കുക, കേൾക്കണം. ദൈവത്തിൻ്റെ പുത്രൻ ഹല്ലേലൂയ മങ്ങിപ്പോകാത്ത കാതുമായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു നിലവിളി ഉയരുമെങ്കിൽ അവൻ അവിടെ നിൽക്കും. അവൻ നിങ്ങളുടെ അടുക്കൽ നിൽക്കും. യേശുവിൻ നാമത്തിൽ അവൻ നിങ്ങളുടെ അടുക്കലൂടെ കടന്നു വരികയാണ്. ആ ഇടയൻ പേര് വിളിച്ചുകൊണ്ട് വരികയാണ്. എൻ്റെ ആടേ, നീ എവിടെയാണ്? നീ എവിടെയാണ്? എനിക്ക് കാണാൻ കഴിയുകയില്ല, എന്നാൽ കേൾക്കാം. നീ ഒന്ന് കരയുമോ? നീ ഒന്ന് കരയുമോ? ഓ, ദൈവസന്നിധിയിൽ കരയുന്നത് അപമാനമല്ല, അത് മാന്യതയാണ്. അത് ജീവന്റെ അനുഭവമാണ്. അത് ഭോഷത്വമല്ല. ദൈവസന്നിധിയിൽ കരയുന്നത് ധൈര്യമില്ലാത്തവരല്ല, ധൈര്യമുള്ളവരാണ്. ഓ, ദൈവസന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കുവാനിടയായിട്ടുള്ളവർ ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. ആ ഇടയൻ ഇന്ന് രാത്രി ഈ സമയത്ത് നമ്മുടെ അടുക്കലൂടെ വന്നിട്ട് പറയുകയാണ്, നീ ഒന്ന് കരയുമോ? നീ എവിടെ കിടക്കുന്നു എന്ന് ഞാനൊന്ന് കാണട്ടെ, അറിയട്ടെ. അങ്ങനെ അവൻ നടന്നപ്പോൾ അതാ ഒരു കരച്ചിൽ. ഓ, ഇടയൻ പറഞ്ഞു, ഇവിടെയുണ്ട്, ഈ കുഴിയിലുണ്ട്. അവൻ അവിടേക്ക് ചെന്ന് താഴോട്ട് ഇറങ്ങി ചെന്നു. അവിടെ കല്ലുകളുണ്ട്, മുള്ളുകളുണ്ട്, ചെളിയുണ്ടായിരിക്കാം, വെള്ളമുണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. ആട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആട് എവിടാ കിടക്കുന്നതെന്ന് കരച്ചിലിനാൽ അവൻ അറിയാം. ശബ്ദം കേട്ടുകൊണ്ട് അവനത് മനസ്സിലാക്കുന്നു. ആ കരഞ്ഞ സ്ഥലത്തേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. ആടിനെ അവൻ നോക്കി. മുറിവേറ്റ് കിടക്കുന്നു, മാലിന്യമേറ്റ് കിടക്കുന്നു. പക്ഷെ അത് അവനൊരു പ്രശ്നമേ അല്ല. അവനതിനെ കോരിയെടുത്തു. അവൻ്റെ തോളുകളിന്മേൽ കിടത്തി. ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഞാൻ ചിന്തിച്ച് അധികം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒരു തോളിന്മേലെന്നല്ല, അതിനൊരു ഇത് പറഞ്ഞിരുന്നാൽ ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കുമെന്ന് യെശയ്യാപ്രവചനം പറയുന്നത്. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. എന്നാൽ ഇവിടെ പറയുന്നത് അവൻ്റെ തോളുകളിന്മേൽ, ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ആടിനെ എടുത്ത് ഒരു തോളിലിട്ടുകൊണ്ടല്ല പോയത്. ആടിനെ എടുത്ത് 2 തോളിലും വഹിച്ചു. എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ശരീരം പുറത്ത് കഴുത്തിൻ്റെ പിൻഭാഗത്തിരിക്കുകയും മുൻവശത്തെ 2 കാലുകളും പിൻവശത്തെ 2 കാലുകളും അവൻ്റെ മാർവോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതായ അനുഭവത്തിനാണ് തോളുകളിന്മേൽ വഹിക്കുക എന്ന് പറയുന്നത്. ആ സ്നേഹവാനായ കർത്താവ് യാതൊരു പരുക്കും ഇനി ഏക്കരുത്, ഇനി ഒരു വേദനയും അനുഭവിപ്പാനിടയാകരുത്. ആ നിലയിലാണ് അവൻ അതിനെ എടുത്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. രാത്രി നിങ്ങളെ അതുപോലെ എടുത്ത് മടക്കി കൊണ്ടുവരുവാൻ. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടുവെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ, സ്വസ്ഥത നഷ്ടപ്പെട്ടുവെങ്കിൽ, ഭവനത്തിൽ സ്വസ്ഥത ഇല്ലാതെയായെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോടത് പറയുക. അവൻ നിന്നെ കോരിയെടുത്ത്
പഴയ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരും യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇതാ 99 ആടുകൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവയുടെ കൂട്ടത്തിൽ കൊണ്ട് എന്നിട്ട് എല്ലാം കൂടെ സന്തോഷിക്കുവാനിടയായിത്തീരും. നാണയം അനങ്ങാതെ കിടന്നപ്പോൾ അവിടേക്ക് ചെന്ന് നോക്കിയെടുത്തു, വിളക്കുമായി. ആട് കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കേട്ടിയെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു. ഇനി മുടിയനായ പുത്രനോ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു പോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു പിതാവുണ്ട്, ഒരു വീടുണ്ട്, ഭക്ഷണമുണ്ട്, മോതിരമുണ്ട്, ചെരുപ്പുണ്ട്, വസ്ത്രമുണ്ട്, കൊഴുപ്പിച്ച കാളക്കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് പോകത്തില്ല. അവൻ ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? അപ്പൻ അവിടെ ഇരിക്കുന്നു. അവൻ നോക്കുന്നു, വഴിയിലോട്ട് നോക്കുന്നു, പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇവൻ തനിയെ ഇറങ്ങിപ്പോയവനാ. സ്തോത്രം, സ്തോത്രം. ദൈവജനങ്ങളായിരുന്നു പിന്മാറിപ്പോയവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നിങ്ങൾക്ക് ആരെയും ഇന്ന് കുറ്റം പറയാൻ ഒക്കത്തില്ല. ചിലർ മാറി നിന്നുകൊണ്ട് പറയും ഇന്നാര് നിമിത്തമാണ് ഞാൻ പോയതെന്ന്. വെറുതെയാ, തന്നെത്താൻ ബോധിപ്പിക്കാൻ പറയുക. ആരും നിമിത്തമല്ല പോയത്, നിങ്ങൾ തന്നെ പോയതാ. നിങ്ങൾ പരിധിച്ചിറങ്ങി പോയതാ. തിരിച്ചു വരാൻ ആരും വരത്തില്ല, തിരിച്ചു കൊണ്ടുവരാൻ ആരും വരത്തില്ല. ദൈവം അങ്ങോട്ട് വരത്തില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ എവിടാണെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. പക്ഷെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് വരത്തില്ല. എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അവൻ തന്റെ ഓഹരി മേടിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഇവിടെ എന്താ വല്ല കുറവുണ്ടായോ? ഒരു കുറവും ഉണ്ടായില്ല. ഇനി ആവശ്യം പോലും ഇവിടെ ഉണ്ട്. അവന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വേലക്കാര് ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു. അതിന് തക്കവണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കുറവുണ്ടായത് മുഴുവൻ നിനക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് പോലെ ദൈവത്തെ വിട്ടും സഭ വിട്ടും ഒക്കെ അങ്ങ് പോയാല് ബാക്കിയുള്ളവർക്ക് ഏതാണ്ട് കുഴപ്പമുണ്ടാകുമെന്നാ വിചാരിച്ചു. ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല. കുഴപ്പം നിങ്ങൾക്ക് തന്നെ. ദൈവത്തിന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. എന്നാൽ സ്നേഹം അവിടെ വ്യാപരിക്കുന്നു. നീ മടങ്ങി വരുവാൻ, മടങ്ങി വരുവാൻ ഒരു പിതാവിന്റെ ഹൃദയം അവിടെ വ്യാപരിക്കുന്നു. അന്ന് മുതൽ ആ പിതാവിന്റെ കണ്ണുകൾ മുഴുവൻ ആ മകൻ പോയ വഴിയിലേക്കാണ്. പക്ഷെ അവൻ ഇറങ്ങി ചെല്ലുന്നില്ല, മകന്റെ പുറകെ ചെല്ലുന്നില്ല, ചെല്ലുകയുമില്ല. രാത്രി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് കൈക്ക് പിടിച്ചോണ്ട് വരാനായിട്ട് ആരുമില്ല, ആരുമില്ല. നിങ്ങൾ തന്നെ വരെ. അവനെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ നടന്നു. സംഭവ കഥ നിങ്ങൾക്കറിയാം. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നു. കൂട്ടുകാരെല്ലാം പോയി, പണമെല്ലാം പോയി. ഇനിയും ജോലി ചെയ്താൽ കൊള്ളാവുന്നൊരു വിചാരം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അടുക്ക പോകാതെ സ്വന്തമായി ജീവിച്ചാൽ കൊള്ളാവുന്നൊരു വിചാരം. അവന് വരുന്ന ന്യൂസ് പേപ്പർ മുഴുവൻ, അതിലെ വോണ്ടഡ് മുഴുവൻ എടുത്ത് നോക്കി കാണും. കണ്ടതിന് എല്ലാ ആപ്ലിക്കേഷനും അയച്ചു കാണും. ഒടുവിലൊരു വോണ്ടഡ് കണ്ടു, പന്നിയെ തീറ്റാൻ ഒരാളിനെ വേണമെന്ന്. അവൻ അതിനപേക്ഷിച്ചു. ഇന്റർവ്യൂവിന് ജയിച്ചു. എന്തുവായിരുന്നു ഇന്റർവ്യൂവിന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ജോലിയും കിട്ടി. അവൻ വിചാരിച്ചു എന്നാലും അപ്പനെ വിട്ടേച്ച് ജീവിക്കാമല്ലോ, അപ്പന്റെ വീട്ടിൽ പോകാതെ ജീവിക്കാമല്ലോ. പന്നിയുടെ കൂടെ ജീവിച്ചാലും വേണ്ടുകയിൽ അപ്പന്റെ കൂടെ പോയി ജീവിക്കരുത് കേട്ടോ. ഓർത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എത്ര പന്നിയുടെ കൂടെ കഴിഞ്ഞാലും അതിന്റെ ആ തവിടോ അത് തിന്നാലും വേണ്ടുകയില്ല, അവിടെ പോകരുത്. തിന്നോ? എന്നാൽ അതിൽ രസം അതല്ല, പന്നി പോലും അവന് കൊടുക്കത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തമായി എന്തെങ്കിലും നേടാവുന്ന, അപ്പനെ വിട്ടിട്ട് അപ്പൻ തന്നതെല്ലാം ചെലവഴിച്ചിട്ട് പിന്നെ സ്വന്തമായി നേടാമെന്ന് വിചാരിക്കരുത് എന്ന് സാരം.
ദൈവത്തെ സേവിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിന്റെ നന്മ അനുഭവിച്ച ശേഷം ആ നന്മയുമായിട്ട് ദൈവത്തെ വിട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് പിന്നെ സ്വന്തമായി നേടാൻ സാധ്യമല്ല. ദൈവം തന്നത് മാത്രം പിന്നെ വിചാരിക്കണ്ട നേടാമെന്ന്. അവൻ ഒരു ദിവസം ഇതെല്ലാം കണ്ടുകൊണ്ട് ഏകനായി ഒരു കല്ലിന്മേൽ കയറിയിരുന്നു. അപ്പോൾ അവന് സുബോധം വന്നു. അങ്ങനെ വചനം പറയുന്നത്. അവൻ സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാർ ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ പട്ടിണി കിടന്ന് നശിക്കുന്നു. അവൻ പറയുന്നത് ഇതാണ്, എൻ്റെ അപ്പൻ, എനിക്കൊരപ്പനുണ്ട്. സ്തോത്രം. ഇത്രയും ദിവസം അപ്പനെ വേണ്ടായിരുന്നു, ഇപ്പോഴവൻ പറയുന്നത് എനിക്കൊരപ്പനുണ്ട്. 2, അപ്പൻ്റെ ഒരു വീട്. അപ്പനുമുണ്ട്, അപ്പൻ്റെ വീടുമുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇങ്ങനെ ഈ പന്നികളുടെ കൂടെ ഇവിടെ കഴിയണം? അവൻ എഴുന്നേറ്റു. ഒരുപക്ഷെ അവന്റെ വസ്ത്രത്തിൽ നോക്കിയപ്പോൾ ഈ വസ്ത്രവുമായി എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും എന്നവൻ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും. അപ്പൊ സ്വർഗം ഉണ്ടെന്ന് അവൻ ഓർത്തു. സ്വർഗം ഉണ്ടെന്ന് അവൻ ഓർത്തു. പാപം ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. എന്നെ നിന്റെ വേലക്കാർ ഒരുവനെ പോലെ. അവന്റെ അപേക്ഷയല്ല. എന്നാൽ ആ പാഠങ്ങളെല്ലാം നമുക്കറിയാം. ഇവൻ അതേ വേഷത്തിൽ അപ്പന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും നോക്കിയിരിക്കുന്ന അപ്പന്റെ കണ്ണുകൾ അന്നും ആ റോഡിലേക്കായിരുന്നു. അവൻ ദൂരേന്ന് വരുന്നത് കണ്ടപ്പോൾ അവനിങ്ങ് വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ ഇരുന്നില്ല. അപ്പൻ ഓടി വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. ആ വഴിയിൽ വെച്ച് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ഏതാണ്ടൊക്കെ പറയാൻ തുടങ്ങി. അപ്പൻ അതൊന്നും കേൾക്കണ്ട. നിന്റെ നീണ്ട പ്രാർത്ഥനയും നല്ല വ്യാകരണത്തെറ്റ് കൂടാത്തതായ ആ നീണ്ട അപേക്ഷയും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ളതായ പ്രാർത്ഥനയും ഇതൊന്നും അവന് കേൾക്കണ്ട. അവൻ നിന്നെ മതി, നിന്നെ കണ്ടാൽ മതി. സ്തോത്രം. അവിടെ ആ പ്രാർത്ഥന ഒരു വിഷയമല്ല. പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവന്റെ അപേക്ഷയ്ക്ക് മറുപടി പറഞ്ഞതേ ഇല്ല. ക്ഷമിച്ചിരിക്കുന്നെന്നുമല്ലോ അവൻ പറഞ്ഞു? ഇല്ല. അപ്പൻ അതൊന്നും പറഞ്ഞില്ല. അപ്പൻ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവൻ മരിച്ചവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ ഇറങ്ങിപ്പോയവനാന്നല്ല പറയുന്നത്, ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ കാണാതെ പോയവനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ എനിക്ക് തിരികെ ജീവനോടെ കിട്ടിയിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് സന്തോഷിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പൻ വഴിയിൽ വെച്ച്, പുനർസംഗമം നടക്കുന്നത് വഴിയിൽ വെച്ചാണ്. അവിടുന്ന് അകത്തേക്ക് കൊണ്ടുവന്നു. അയ്യോ, അവൻ അപ്പൻ്റെ മുമ്പിൽ നിൽക്കാൻ ലജ്ജയാണ്. സാരമില്ല. അപ്പൻ പറയുന്ന ഇതാണ്, മകനെ, ഞാൻ തന്ന ഉടുപ്പെല്ലാം നീ നഷ്ടപ്പെടുത്തി അല്ലേ? ഇനിയും ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ തന്ന ചെരുപ്പ് നീ നഷ്ടമാക്കി കളഞ്ഞല്ലേ? ഇനിയും ചെരുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ തന്ന മോതിരം നീ വിറ്റ് കളഞ്ഞല്ലേ? ഇനിയും വേറെ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ നല്ല മുറി, നീ പണ്ട് കിടന്ന മുറിയുണ്ടല്ലോ, ആ മുറി ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിനക്ക് ആഹാരം വേണോ അല്ലേ? നല്ല കാളക്കുട്ടി ഇവിടെ ഉണ്ട്. വരിക, വരിക. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഈ 3 രംഗത്തും വലിയ സന്തോഷം. കാരണം ഇത് ഒന്ന് തന്നെ കാണാതെ പോയതിനെ കണ്ടുകിട്ടി. ഓ ബുദ്ധിഹീനതേ, നിങ്ങൾ എത്രത്തോളം ബുദ്ധിഹീനതയിൽ സന്തോഷിച്ചു. പോഷന്മാരെ, നിങ്ങൾ എത്രത്തോളം ആ പോഷത്വത്തിൽ മുന്നോട്ട് പോകും. പരിഹാസികളെ, എത്ര നാൾ മുന്നോട്ട് പോകും. ദൈവം ഇതാ കൈ നീട്ടുന്നു.
ദൈവം ഇതാ കൈ നീട്ടുന്നു. പല ആവർത്തി ദൈവം നിങ്ങളുടെ നേരെ കരം നീട്ടിയിരിക്കാം. എന്നാൽ അന്നെല്ലാം ആ കരങ്ങളെ തട്ടിമാറ്റിയെങ്കിൽ, അവന്റെ ആലോചനയെ നിരസിച്ചുവെങ്കിൽ, അവന്റെ ശാസനയെ അവഗണിച്ചുവെങ്കിൽ, ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് കരങ്ങളെ നീട്ടുന്നു. തന്റെ ആലോചന നിങ്ങൾക്ക് പൊഴിച്ചു തരുന്നു. അവൻ നിങ്ങൾക്ക് ഗുണദോഷം നൽകുന്നു. അവൻ നിങ്ങളെ ശാസിച്ചുകൊണ്ട് അടുക്കലേക്ക് കടന്നു വരുന്നു. ഈ രാത്രിയിൽ അവന്റെ കരം തട്ടിമാറ്റി കളയരുത്. അവന്റെ അടുക്കലേക്ക് വരിക. നിനക്ക് നിർഭയവാസം ഉണ്ടാകും. നിർഭയവാസം ഉണ്ടാകും. ദോഷഭയം കൂടാതെ ജീവിക്കുവാൻ ഇടയാകും. അല്ലെങ്കിൽ നീ നശിക്കും. വേറെ ആരും നിന്നെ നശിപ്പിക്കുകയല്ല, നീ സ്വയം നശിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കും. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹൃദയത്തിൽ ആനന്ദമുണ്ടോ? ദൈവജനം സന്തോഷിക്കട്ടെ. ദൈവജനം സന്തോഷിക്കട്ടെ. ഏതെങ്കിലും അനുഭവത്തിൽ നിങ്ങളുടെ ഹൃദയം നീറുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഇപ്പോഴത് അവനോട് പറയുക. അവൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പിന്മാറിപ്പോയ ഹൃദയത്തിൽ പിന്മാറിപ്പോയവരുണ്ട് എങ്കിൽ മടങ്ങി വരിക, മടങ്ങി വരിക. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ അതെ തിരിച്ചു വരുവാൻ അവൻ ഇന്ന് രാത്രി ഒരുങ്ങി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. നിന്റെ അടുക്കിലേക്ക് കൈ നീട്ടുന്ന ഈ വേളയിൽ, എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ നമുക്ക് അവന്റെ അടുക്കിലേക്ക് നീങ്ങാം. നമുക്കെല്ലാവർക്കും തലകളെ ഉണക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ഉദ്ദേശമുണ്ട്. നിങ്ങൾ ആരും അതുവിധം ചിന്തിച്ച് പുറകോട്ട് മാറുവാനിടയായി തീരരുത്. ഈ 3 തരത്തിലുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ, ലക്ഷ്യം ഒന്നാണ്. അതെ, പഴയതിലേക്ക് മടങ്ങി വരേണം. പഴയതിലേക്ക് മടങ്ങി വരേണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണം. ദൈവത്തിന്റെ ആലോചനയിലേക്ക് മടങ്ങി വരേണം. ദൈവത്തിന്റെ കൃപയിലേക്ക് മടങ്ങി വരേണം. പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരേണം. പഴയ സമാധാനത്തിലേക്ക് മടങ്ങി വരേണം. നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ? പലർക്കും അതിന് കഴിയുന്നില്ല. ഹൃദയം നീറുകയല്ലേ, വേദനിക്കുകയല്ലേ. ഇന്ന് രാത്രി അവന്റെ അടുക്കിലേക്ക് കടന്നു വരും. എല്ലാവരും തലകളെ ഉണക്കാട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. വെറുതെ ഇരുന്ന് കളയരുത്. ഇത്രയും വചനം കേട്ട ശേഷം വെറുതെ ഇരിക്കുവാൻ ഇടയാകരുത്. ഏത് അനുഭവത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവെന്നാണ്, യേശുവെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനി വചനം കേൾക്കുവാൻ തക്കവണ്ണം, കേൾപ്പിക്കുവാൻ തക്കവണ്ണം നീ ഇടയാക്കിയല്ലോ. നിന്റെ കരം ഓരോരുത്തരുടെ മേൽ വെച്ചാട്ടെ. വെച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഓരോരുത്തർ ഹൃദയത്തോട് ഇടപെടണമേ. ഇന്ന് രാത്രിയിൽ ആരും ഇവിടെ നിന്ന് അവഗണിച്ചിറങ്ങി പോകുവാൻ ഇടയാകരുത്. നീ കരം നീട്ടുന്ന ഈ വേളയിൽ ആ കരത്തെ തട്ടിമാറ്റിയിട്ട് ആരും പോകുവാൻ ഇടയാകരുത്. പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് പോകുവാൻ ഇടയാകരുത്. യേശുവിന്റെ നാമത്തിൽ അതിന് പ്രേരിപ്പിക്കുന്ന അന്ധകാര ശക്തിയെ ഞങ്ങൾ ശാസിക്കുന്നു. ശത്രുവേ, ജനത്തിന്റെ മേലിൽ നിന്ന് കരമെടുക്കുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. നിനക്ക് അവരുടെ മേൽ അധികാരം ഇല്ല. ദൈവജനം എല്ലാം പ്രാർത്ഥിച്ചു കൊള്ളുക. ഇന്ന് രാത്രിയിൽ ചില വ്യക്തികൾ രൂപാന്തരപ്പെട്ട് സന്തോഷം അനുഭവിക്കണം. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീരണം. നാം സന്തോഷിക്കുന്ന ദിവസമായി തീരണം. നമ്മുടെ ഭവനത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ദിവസമായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് തരത്തിലാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, വേദനപ്പെട്ടിരിക്കുന്നത്, സ്വസ്ഥതയില്ലാതിരിക്കുന്നത്, സമാധാനമില്ലാതിരിക്കുന്നത്, അസ്വസ്ഥമായ അനുഭവത്തിലായിരിക്കുന്നത്, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ഞാൻ മൊത്തമായി പ്രാർത്ഥിച്ചു. ഇനി വ്യക്തികളായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ അവിടെ ഇരുന്നുകൊണ്ടെന്ന് കര ഉയർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് വിടുതൽ പ്രാപിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് കര ഉയർത്തുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം അത് അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നുണ്ട്. ഒട്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട്. ഏതവസ്ഥയിലായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒട്ടും ഭാരപ്പെടേണ്ട, ഒട്ടും ഭയപ്പെടേണ്ട. കര ഉയർത്തിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കര ഉയർത്തിയതായ പ്രിയപ്പെട്ടവര് എല്ലാവരും അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നുണ്ട്. ഇന്ന് മുതൽ ഒരു വലിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് കൊള്ളുക. ഞാൻ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം തന്റെ കരം നീട്ടി നിങ്ങളെ തൊടും. ദൈവത്തിന്റെ കരം നിങ്ങളെ സ്പർശിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ചിലരോട് എഴുന്നേൽക്കുന്നുണ്ട്. സ്തോത്രം. ഇനി ആവശ്യമുള്ളവർ എഴുന്നേറ്റ് കൊള്ളുക. ഇന്ന് അതെ, സംശയിച്ചോ മറുതലിച്ചോ പോകുവാൻ ഇടയാകരുത്. ഇനി ആരെങ്കിലും ഉണ്ടോ എഴുന്നേൽക്കുവാൻ? ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതെ അതെ അതെ. ശേഷം പലപ്പോഴും സമാധാനമില്ലാതെ രാത്രിയിൽ ഉണർന്ന് കരഞ്ഞുകൊണ്ട് കഴിയുന്ന വ്യക്തി ഇനി എഴുന്നേൽക്കാനുണ്ട്. യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തുകയും നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യും. സ്തോത്രം. ഒരാളോട് എഴുന്നേറ്റ്. ഇനി ആരാണ് എഴുന്നേൽക്കുന്നത്? സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കണം. ഓ ഗ്ലോറി, ഗ്ലോറി. ദൈവ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. അശക്തി വ്യാപരിക്കുകയാണ്. ഏതോ ഒന്ന് ഒഴുകി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ. സ്വർഗീയ പിതാവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നീ കാണുന്നുണ്ട്. അവർ ധൈര്യത്തോടുകൂടെ ഇതായി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ അറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിന്നെ കരവരുടെ മേൽ വെക്കണമേ. നിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കണമേ. അവരുടെ തല മുതൽ പാദം വരെ ആ ശക്തി വ്യാപരിച്ച് അവരെ വിടുവിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ. അസ്വസ്ഥതകളെ മാറ്റണമേ. വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ മാറ്റണമേ. ഓ, പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണമേ. അവരുടെ ശരീരത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണമേ. വേദനകളെ മാറ്റണമേ. രോഗത്തെ ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം ചെയ്ത് വിടുതൽ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഓ ഹല്ലേലൂയ. ഇനി ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അവരോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുകയാണ്. ഒരു പുതിയ അനുഭവം നമുക്ക് ഉണ്ടാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ പോലെ അല്ല, കഴിഞ്ഞ സന്ദർഭങ്ങൾ പോലെ അല്ല. ഒരു പ്രത്യേകമായ അനുഭവം ഇവിടെ ഉണ്ടാകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സന്തോഷിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുക. ഇതുവരെ അലട്ടിയ പ്രശ്നം നിങ്ങളെ ഇനി അലട്ടരുത്. ഇതുവരെ അലട്ടിയ വേദന ഇനി നിങ്ങളെ അലട്ടരുത്. ഇതുവരെ അലട്ടിയ രോഗം ഇനി നിങ്ങളെ അലട്ടരുത്. ഇതുവരെ അലട്ടിയ അസ്വസ്ഥത നിങ്ങളെ ഇനി അലട്ടരുത്. യേശുവിൻ നാമത്തിൽ. കർത്താവേ, നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഓരോരുത്തരും നിന്റെ സ്പർശനം അനുഭവിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഒരു വ്യത്യസ്തമായ അനുഭവം ഇന്ന് തന്നെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വെറുതെ പോകുവാനല്ല, വിജയം പ്രാപിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടെ, വ്യത്യാസപ്പെട്ടു എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ, ഞങ്ങൾക്ക് ജയം ലഭിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടെ തന്നെ പോകുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വീണ്ടും കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.